ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്ത പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരന്റേത് ഗുരുതര വീഴ്ചയെന്ന് BJP വിലയിരുത്തൽ. ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ നഗരസഭയുടെ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ BJP തീരുമാനിച്ചിരുന്നു. ഓഗസ്റ്റിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് രാഹുലിന് നഗരസഭാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് നൽകിയ കത്തും 24-ന് ലഭിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി പാലക്കാട് BJPയിലുള്ള വിഭാഗീയതയുടെ തുടർച്ചയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഒരു വിഷയം ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം പാലക്കാട് BJP നടത്തുന്നത് നമുക്കറിയാം. ഏത് സാഹചര്യത്തിലാണ് പ്രമീള ശശിധരൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എന്നതിൽ കൃത്യമായ വിശദീകരണം അവർ നൽകുന്നുണ്ടോ? എന്താണ് നമുക്കറിയാൻ കഴിയുന്നത്? ഇതിൽ പാർട്ടി നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അനുജ, പാർട്ടി നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജില്ലയിൽ തന്നെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടെടുത്ത പാർട്ടിയായിരുന്നു BJP. അതേ BJP നേതാക്കൾ തന്നെ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ അധ്യക്ഷ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുക്കുന്ന പരിപാടിയിൽ വേദി പങ്കിടുന്നത് അത് അത്ര ഗൗരവത്തോടുകൂടിയാണ് പാർട്ടി കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഈ ലൈംഗിക ആരോപണം നേരിടുന്ന പശ്ചാത്തലത്തിൽ തന്നെ രാഹുലിനെ വിലക്കാൻ പാർട്ടി തീരുമാനിച്ചതാണ്. അത് മാത്രമല്ല, രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികൾ BJP നേതാക്കൾ പങ്കെടുക്കേണ്ടതില്ല എന്നും രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികൾ രാഹുൽ തന്നെ വരണ്ട എന്നുള്ള കത്തും പാർട്ടി നേരത്തെ കൊടുത്തിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഈ പാലക്കാട് നഗരസഭയുടെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് നൽകിയ കത്ത്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല നിലവിലെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നു കാട്ടി ഈ ഉപാധ്യക്ഷൻ നൽകിയ കത്ത് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ പാർട്ടി പറയുന്നത്, പാർട്ടി ഇത്ര കണിശമായ ഒരു തീരുമാനം എടുത്തിട്ടും നഗരസഭാ അധ്യക്ഷ തന്നെ ഇത്തരം ആ തീരുമാനം കാറ്റിൽ പറത്തുന്ന ഒരു നിലപാട് അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലേക്കാണ് പാർട്ടി എത്തുന്നത്. ഗൗരവതരമായി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ഇതിൽ നേരത്തെ സമാന വിഷയം C കൃഷ്ണകുമാർ കോർ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ പാർട്ടി പഠിച്ചതിൽ നടപടിയെടുക്കാം എന്ന ജനറൽ സെക്രട്ടറി S സുരേഷ് ഇതിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ പാർട്ടി അതിൽ പഠിച്ച അതുമായി ബന്ധപ്പെട്ട നടപടി എടുക്കുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.